അവര് പോയാമേ. ആര്? കനകമച്ചമ്പി ലില്ലിപ്പെണ്ണും. കനകമച്ചമ്പി ലില്ലിപ്പെണ്ണും പോയോ? പോയില്ല, അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാലും അവര് പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു വണ്ടി വിളിച്ച് അമ്മയുടെ കൊണ്ടുപോയായിരുന്നു. ഓ, വയസ്സാകുമ്പോ എല്ലാവരുടെയും ഗതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്കും ഇങ്ങനെ തന്നെയാ ഗതി. അല്ല, എന്നോട് ആര് പോണ്? അമ്മ കഴിക്കാനെടുത്ത് വെച്ചാൽ അല്ല, നിങ്ങളിത് എങ്ങോട്ട് പോണ്? അമ്മ മറ്റേ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ? അയ്യോ, അത് എന്നായിരുന്ന? എവിടത്തെ ബർത്ത്ഡേ? മറ്റേ ബാലരാമപുരത്തമ്മ. അയ്യോ, നമ്മുടെ വെഞ്ഞാറമുട്ടിലെ ശ്രീകണ്ഠൻ മാമനും മക്കളൊക്കെ അങ്ങ് ദുബായിലല്ലായിരുന്ന? അവര് വന്നിട്ടുണ്ട്. അവര് ഇങ്ങോട്ട് വരുന്നെന്ന് വിളിച്ചു പറഞ്ഞു. ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. വരുമെന്നാ? ആ, അവര് പുറപ്പെട്ട്. ശ്രീകണ്ഠൻ മാമ ദുബായിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്? അല്ല, തങ്കച്ചേട്ടത്തി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ശരി. അങ്ങനെയാണെങ്കിലേ നമ്മള് പോയിട്ട് വേഗം വരാം. അതാണ്. അയ്യോ എടാ, അവർക്ക് വന്നിട്ട് നിൽക്കാനൊന്നും സമയമില്ല. അവർക്ക് വരണം, നിങ്ങളെ ഒന്ന് കാണണം, അപ്പോഴത്തന്നെ തിരിച്ചും പോകണം. അവിടെ നിന്ന് വന്നതല്ലേ, പല പല ബന്ധുക്കളും ഉണ്ട്. എല്ലാ സ്ഥലത്തുനിന്ന് ഓടി എത്തേണ്ട അവധിയൊന്നും ഇല്ല. അല്ല, എന്ന് പറഞ്ഞാൽ പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകണ്ടേ? അല്ല, അപ്പൊ അതെങ്ങനെയാടാ? വേണ്ട, ഒറ്റയ്ക്ക് പോട്ടെ. ഒറ്റയ്ക്ക് പോട്ടെ. അല്ല, ഒരു കാര്യം ചെയ്യും, അവര് വരുന്ന സ്ഥിതിക്ക് ലില്ലിപ്പെണ്ണ ഒറ്റയ്ക്ക് പോട്ടെ, മച്ചമ്പിയോടൊക്കെ. ഇതെന്താ നിങ്ങൾ പോവാത്ത ഇത്ര നേരമായിട്ടും? എങ്ങനെ പോകും? ശ്രീകണ്ഠൻ നായരോ ജോൺ ബ്രിട്ടാസ് ആരണ്ടൊക്കെ ഇവിടെ വിരുന്നിന് വരുന്നുണ്ട്. ആര്? ശ്രീകണ്ഠൻ മാമനെ ദുബായിലുള്ള ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോണെന്ന്. അതിനെന്താ നിങ്ങള് പോയിട്ട് വാ. ഞാനത് പറഞ്ഞ അപ്പൊ അമ്മയ്ക്ക് പറഞ്ഞ അവർക്ക് സമയമില്ല, പെട്ടെന്ന് കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അമ്മേനെ വിളിച്ചാ? നിന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. ഇതെന്ത് പാടിത്? നമ്മളോട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവര് വിളിച്ചു പറയുമ്പോ നമുക്ക് എന്താ തിരക്കൊന്നുമില്ലേ? നീ പോയിട്ട് വടർക്കാ, നീ അവരെ വിളിച്ചോ, ഉച്ച കഴിഞ്ഞിട്ട് വരാൻ പറ. അമ്മ ഒരു കാര്യം, അമ്മേനെ ഫോൺ എടുത്തേ. എന്റെ ഫോൺ എന്റെ ഉണ്ട്. എന്റെ ഫോൺ ആർക്കും അമ്മേനല്ലേ വിളിച്ചത് മാമേ? ആ തന്നെ. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറയാം എവിടെ എത്തി ചോദിക്കാം. അവര് എത്താറായെന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നില്ലല്ലോ. തരത്തില്ല. ചോദിക്കട്ടെ അമ്മേ. ആ വേണ്ട, നിങ്ങൾ ചോദിക്കണ്ട. എന്റെ അടുത്ത് പറഞ്ഞു അവര് എത്താറായെന്ന്. ഫോൺ കൊടുക്കാം, അവൻ വിളിച്ചു പറയട്ടെ ഉച്ച കഴിഞ്ഞിട്ട് വരാൻ. അല്ല, ഉച്ച കഴിഞ്ഞിട്ട് വരാൻ പറയാൻ പറ്റത്തില്ല. അവര് ഇറങ്ങി കഴിഞ്ഞ് അവരിപ്പൊ ഇങ്ങ് എത്തും. അമ്മ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഫോൺ ഇങ്ങനെ തന്നെ ഞാൻ വിളിച്ചിട്ട് നോക്കാം. മാമ എവിടെ എത്തി ചോദിക്കാം. മാമ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പോവാം. എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവര് തിരിച്ചു പോണോ? അത് നടക്കത്തില്ല. തരത്തില്ല എന്ന് പറഞ്ഞാൽ തരത്തില്ല. അത് കൊള്ളാലോ, അതൊരു നിർബന്ധമാണല്ലോ. വിളിച്ചിട്ടില്ല. അമ്മേ, ഇതിലെന്തോ കള്ളക്കളി ഉണ്ട്. നേര് രണ്ട് കണ്ണും നോക്കണം. കൊറേ നേരമായി. അതാ എനിക്ക് മനസ്സിലായി. എന്താ സംഭവം? എന്താ? അതെ, നിങ്ങൾ രണ്ടുകൂടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോന്നപ്പം അമ്മയെ കൊണ്ടുപോകുന്നില്ലെന്ന് അറിഞ്ഞപ്പം അമ്മയ്ക്ക് ഭയങ്കര കുണ്ടക്കറു. അങ്ങനെ പെട്ടെന്നുണ്ടാക്കിയൊരു കള്ളമാണ് ദുബായിലെ ശ്രീകണ്ഠൻ മാമേ. ഞാൻ അന്നേരം പറഞ്ഞില്ല സീരിയസ് ആയിട്ട് എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കൊള്ളാം, നീ നല്ല ആളാണല്ലോടാ. എന്റെ മക്കളെ, ഞാനൊന്നും മനസ്സാവാതെ അറിഞ്ഞ കാര്യമല്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ പറഞ്ഞോണ്ടിരിക്കുന്ന എല്ലാം യവൻ കേട്ടിട്ട് എന്നെ വന്ന് മൂട്ടി തന്നു. അത് കേട്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി പറഞ്ഞത്, അല്ലാതെ എനിക്കൊരു വിഷമവും ഇല്ല. ആര് മൂട്ടി? നീ. ഞാൻ അവര് പോന്ന കാര്യമല്ലേ വന്നു. അത് തന്നെ. എന്റെ അച്ചാച്ചന് ഒരു പണി ഇല്ലല്ലേ ഇങ്ങനെ ഏഷ്യന് കൂട്ടാനായിട്ട്? അമ്മേ, ഇങ്ങോട്ട് നോക്കിയേ. അമ്മേനെ കൊണ്ടുപോകാൻ സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. അമ്മയ്ക്ക് അറിയാലോ, അവിടെ ആ ബാലരാമപുരത്ത് വന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് എന്തോരം നടക്കാനുണ്ട്. എന്നിട്ട് കുത്തനെ ഒരു കയറ്റമുണ്ട്. അമ്മയ്ക്ക് ഒന്നാമതെ കാലുവേദനയല്ലേ. ആ കയറ്റം എല്ലാം കയറിയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് അമ്മ കാലുവേദന എന്ന് പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ടാ കൊണ്ടുപോകാൻ. അമ്മയ്ക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ അമ്മയും കൂടെ വാ. അമ്മ അമ്മക്ക് ഞങ്ങളോടൊപ്പം വരണോ? വേണ്ട മക്കളെ, കുഴപ്പമില്ലെന്ന്. അല്ല, യവൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു വല്ലാതെ തോന്നി. അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടെന്ന് എന്തൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. ചോറ് വിളമ്പി വെച്ചേക്കാണോ അതോ ഞാൻ എടുത്ത് കഴിക്കണോ? അത് പറഞ്ഞപ്പോഴാ ഇപ്പൊ റോട്ടിലോട്ട് നിന്നാ കൊടങ്ങാവിളക്ക് ബസ് കിട്ടും. അപ്പൊ നേരെ റോസ്മേരി എടുത്തു പോയിട്ട് അങ്ങ് കഴിക്കാം. ഇവിടുന്ന് കഴിക്കാൻ നിൽക്കണ്ട കേട്ടാ. ഇവിടെ അമ്മക്കുള്ളത് മാത്രമേ ഉള്ളൂ. നിനക്ക് വേണോടാ.